ഹായ് ഓൾ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് ഓണത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന രീതിയിൽ ഒരു പോസ്റ്റർ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത്. സബ്സ്ക്രൈബർ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ ഇരിക്കുന്നത്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. നമുക്ക് ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാറുണ്ട്. ഫുൾ പ്രൊജക്റ്റിൻ്റെ പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്യാവുന്നത് നമുക്ക് ഇതിനകത്ത് ടെക്സ്റ്റ് മാത്രം എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതല്ല. പ്രീസെറ്റ് തന്നെ ഡൗൺലോഡ് ചെയ്യുക. പ്രീസെറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. XML ഫയൽ ടെലിഗ്രാം ചാനലാണ് കൊടുത്തിരിക്കുന്നത്. XML ഫയൽ തൽക്കാലം ഞാൻ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പ്രീസെറ്റ് യൂസ് ചെയ്താലേ ഉള്ളൂ നിങ്ങൾക്ക് ഫുൾ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് പ്രീസെറ്റ് മാത്രം യൂസ് ചെയ്യാം. വീഡിയോ കുറിച്ച് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെഷനിൽ കാണാൻ സാധിക്കും. 21-ാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ്. ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഇതിനകത്ത് ടെക്സ്റ്റ് മാത്രം എഡിറ്റ് ചെയ്താൽ മതി. ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്ന ഇത് കംപ്ലീറ്റ് ഒരു പോസ്റ്റർ ഇതാണ്. അതായത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആയിട്ടാണ്, ചെറിയ പോസ്റ്ററായിട്ടാണ് ബന്ധപ്പെട്ടുള്ള ഈ വീഡിയോ ആണ് കാണുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യേണ്ട യെല്ലോ ലെയർ കാണുന്നുണ്ടോ? ഈ യെല്ലോ ലെയറൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിവിടെ മലയാളത്തിലെ ഫോണാണ് യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ എഴുതി കൊടുക്കരുത്. ഇത് കോഡ് എഫ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനിൽ വേണം എഡിറ്റ് കൊടുക്കാൻ. ഇവിടെ നമ്മൾ എടുത്ത ശേഷം ഓരോ ഭാഗങ്ങളായിട്ട് ഓരോ പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, ഓരോ ലെയറുകളൊക്കെ. ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്ന അത് ക്ലിക്ക് ചെയ്യാനായിട്ട് ഇവിടെ മലയാളത്തിലായിരുന്നു ഇവിടെ എഴുതി കൊടുക്കുന്നത്. കോഡ് എഫ് എം ആപ്ലിക്കേഷൻ എഴുതി കൊടുത്താലേ നിങ്ങൾക്ക് കറക്റ്റ് ഫോണിൽ ലഭിക്കത്തുള്ളൂ. കോഡ് എഫ് എം ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതും ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള മലയാളത്തിൽ ഏത് ഫോണുകളിലും യൂസ് ചെയ്താലും മതി. എന്നാലും കോഡ് എഫ് എമ്മിൽ വേണം എഴുതി കൊടുക്കാനായിട്ട്. കോഡ് എഫ് എമ്മിൽ എങ്ങനെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു തരാം. എല്ലാ വീഡിയോയിലും പറഞ്ഞു തരുന്നതാണ്. കോഡ് എഫ് എമ്മിൽ ആപ്ലിക്കേഷൻ എടുക്കുക. നമ്മൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്ന ആപ്ലിക്കേഷനാണ് കോഡ് എഫ് എമ്മിൽ. കോഡ് എഫ് എമ്മിൽ എത്തിച്ചിട്ട് മലയാളം കീബോർഡ് ഉപയോഗിക്കുക. മലയാളത്തിൽ ഇംഗ്ലീഷ് കീബോർഡില്ലേ, അത് യൂസ് ചെയ്യുക. അതിനുശേഷം മലയാളത്തിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ നാടും എല്ലാ ആഘോഷ പരിപാടി സമിതി ഉണ്ടെങ്കിൽ സമിതിയുടെ പേര് എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. അതിനുശേഷം കോഡ് കോപ്പി എടുത്തിട്ട് ഇവിടെ വന്നിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയും. ഇപ്പോൾ ഇപ്പോൾ ആഘോഷ കമ്മിറ്റി കാണുന്നുണ്ടല്ലോ, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ആ കോഡ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പേസ്റ്റ് കൊടുക്കുക. അതായത് ഇവിടെ മലയാളത്തിൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ എഴുതി കൊടുക്കുന്നത് കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഇതുപോലെ തന്നെയാണ് മലയാളത്തിൽ വേണം എല്ലാം എഴുതി കൊടുക്കേണ്ടത്. എല്ലാം കോഡ് എഫ് എമ്മിൽ വേണം എഴുതി കൊടുക്കാണ്ട്. എഴുതി കൊടുക്കേണ്ട ലെയർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ മാർക്ക് ചെയ്യുന്ന യെല്ലോ ലെയറില്ലേ, 12 ലെയറിലുണ്ട്. 12 ലെയർ മാത്രം എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മത്സരങ്ങൾ എല്ലാ സമിതിയുടെ പേര് എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ട് കൊടുത്താൽ മതി. എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ഇത്ര മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റർ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ മനസ്സിലായല്ലോ. എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യണമല്ലോ. അതിനായിട്ട് ഇവിടെ കറണ്ട് ഫ്രെയിം ആസ് PNG എന്ന് പറഞ്ഞാൽ 3ാമത് കാണുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് നമുക്ക് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഓൾ.